പുതിയൊരു വർഷം തുടങ്ങിയിട്ടും ബിഗ് ബോസിന്റെ മലയാളം സീസൺ 7 കുറിച്ചുള്ള വലിയ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാത്തതിന് നിരാശയിലാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകർ. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും പുതിയ സീസണിൽ ആരൊക്കെ മത്സരാർത്ഥികളായി എത്തുമെന്നത് സംബന്ധിച്ച ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ ആരംഭിച്ചു കാണും. എന്നാൽ ഓഡിഷൻ സംബന്ധിച്ച് പോലും ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല താനും. ഇത്തവണ എന്തായാലും ബിഗ് ബോസ് വൈകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മുൻ സീസണുകൾ ഏപ്രിൽ അവസാനമോ മാർച്ച് ആദ്യമോ ആരംഭിച്ചുവെങ്കിലും ഇത്തവണ ജൂൺ വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 1 ജൂണിലായിരുന്നു ആരംഭിച്ചിരുന്നത്. ഇതിന് സമാനമായി സീസൺ 7 ജൂണിലേക്ക് മാറ്റാൻ നിർമ്മാതാക്കൾ ആലോചിക്കുന്നുവെന്നാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് എന്റർടൈൻമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുമില്ല. റിപ്പോർട്ടുകൾ പ്രകാരം വരും മാസങ്ങളിൽ മാത്രമേ ഓഡിഷനുകൾ ആരംഭിക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാർച്ചിൽ സീസൺ ആരംഭിക്കൽ സാധ്യമാകില്ല. അതേസമയം ഓഡിഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബിഗ് ബോസ് അധികൃതർ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുമുണ്ട്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ വാഗ്ദാനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ മുന്നറിയിപ്പുമായി വന്നിട്ടുള്ള താരമാണ് ശാലിനി. ഇത്തരം തട്ടിപ്പുകളിൽ ആരും വീണു പോകരുത് എന്നും ബിഗ് ബോസ് മലയാളം സീസൺ 4 താരം കൂടിയായ ശാലിനി ഏതാനും ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. താരത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: 5ാം സീസണിലേക്ക് അവസരം വാഗ്ദാനം ചെയ്ത് ചിലരാൽ വഞ്ചിക്കപ്പെട്ടു എന്ന ഒരു വ്യക്തിയുടെ ആക്ഷേപവും അതുമൂലം അയാൾ അനുഭവിക്കേണ്ടി വന്ന മാനസികവും സാമ്പത്തികവുമായ നഷ്ടങ്ങളെ കുറിച്ചുമുള്ള സത്യാവസ്ഥ ചാനൽ അന്വേഷിച്ച് ബോധ്യപ്പെടണമെന്ന് ഒരിക്കൽ തനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. വ്യാജ വാഗ്ദാനങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായേക്കാം. സത്യം ജയിക്കട്ടെ. മുന്നറിയിപ്പുമായി ഏഷ്യാനെറ്റും രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ സീസണിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡിഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും വ്യാജ പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകരുത് എന്നും പ്രസ്താവനയിൽ പറയുന്നു. പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഏഷ്യാനെറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.